ദൈവത്തിൻ്റെ അതിവിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവിടങ്ങളായി കർത്താവ് സൂക്ഷിച്ച എല്ലാ വിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയും കരുണയും ആശീർവാദങ്ങളും നന്മകളും വിടുതലുകളും ഒക്കെ പ്രാപിപ്പാൻ സുഖം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പനേരത്തേക്ക് ചിന്തയ്ക്കായിട്ട് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങൾ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങുണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പലപ്പോഴും നാം കേട്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, വിശ്വാസിയോട് പറയുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾ നിർമ്മതരായിരിപ്പിൻ, നിങ്ങൾ ഉണർന്നിരിപ്പിൻ. കാരണം നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. അപ്പോൾ ഒരു പ്രതിയോഗി മനുഷ്യനുണ്ട്. ഒരു പ്രതിയോഗിയുള്ളത് പിശാചാണെന്ന് നമ്മളെ ദൈവവചനം പഠിപ്പിക്കുകയാണ്. മനുഷ്യരല്ല പ്രതിയോഗി, എന്നാൽ നമ്മുടെ പ്രതിയോഗി പിശാചാണെന്ന് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ പറയുകയാണ്, പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി, വിഴുങ്ങേണ്ടു തിരഞ്ഞ് ചുറ്റി നടക്കുക. ആരെയാണ് തകർത്ത് കളയേണ്ടത് ചിന്തിച്ച്, ആരെയാണ് ഇല്ലായ്മ ചെയ്യേണ്ടത് ചിന്തിച്ച് പിശാച് ചുറ്റി നടക്കുന്ന ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടേതായ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിശാച് വിഴുങ്ങുവാൻ, പിശാച് ചുറ്റി നടക്കുന്നു, പിശാച് വിഴുക്കുവാൻ പദ്ധതിയിട്ടിരിക്കുന്നു. അതിനിടയിൽ വിശ്വാസി അതിൽ നിന്ന് മുൻപോട്ട്, അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് അനിവാര്യമായ ഘടകമാണെന്ന് കാണുവാൻ സാധിക്കുന്നു. ദൈവവചനം പറയാണ്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. പിശാചിനോട് എതിർക്കണമെങ്കിൽ ദൈവത്തിന് കീഴടങ്ങുവാനിടയായി തീരണം. നമ്മുടേതായ ജീവിതത്തിൽ ദൈവത്തിന് കീഴടങ്ങുവാൻ തയ്യാറായാൽ പിശാചിനോട് നമുക്ക് എതിർക്കുവാനുള്ള ശക്തി ലഭിക്കും. അത് മാത്രമല്ല, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന വചനം നമ്മളെ ഓർപ്പിക്കുക. വിശ്വാസി ദൈവത്തിന് കീഴടങ്ങുവാൻ തയ്യാറായാൽ, ദൈവത്തോട് മറുതലിക്കാതെ ദൈവത്തിന് കീഴടങ്ങുവാൻ വിശ്വാസി തയ്യാറാകുമ്പോൾ പിശാച് ആ വിശ്വാസിയെ വിട്ട് ഓടിപ്പോകുവാനിടയായിത്തീരും. കാരണം ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിലാണ് ദൈവ പൈതൽ ആയിരിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുവാനും ദൈവസന്നിധിയിൽ അടുക്കുവാനും തയ്യാറാകുമ്പോൾ പിശാചിൻ്റെ ആ ദൃഷ്ടി നമ്മൾ മാറുവാനിടയായിത്തീരും. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാന്ന ഒരു ഭാഗമുണ്ട്. യഹോവ സാത്താനോട് ചോദിക്കുന്നൊരു ഭാഗമുണ്ട്, നീ എവിടെ നിന്ന് വരുന്നു? സാത്താൻ പറയുകയാണ്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. സ്വതന്ത്രം. പിശാച് ഊടാടി സഞ്ചരിക്കുക. ആരെക്കുറിച്ചുള്ള കുറ്റം പറയണം ദൈവത്തോടെന്ന് കണക്കൂട്ടി, ആരെ തകർത്ത് കളയണമെന്ന് കണക്കൂട്ടി, ആരെ ഇല്ലായ്മ ചെയ്യണമെന്ന് കണക്കൂട്ടി പിശാച് ചുറ്റി നടക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. വചനം പറയുന്നു, ഭൂമി അവൻ ഊടാടി സഞ്ചരിക്കുന്നു. മറ്റൊരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ, പിശാചിനെ ഇല്ലായ്മ ചെയ്യുവാൻ, പിശാചിൻ്റെ പിടിയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കുവാനിടയായിത്തീരണം. ഇന്നെന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവത്തിലെ, നീ ദൈവസന്നിധിയിൽ നിലനിൽക്കണമെങ്കിൽ, പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ദൈവത്തോട് അടുത്ത് നിൽക്കുവാനിടയായിത്തീരണം. അങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ ചുറ്റിത്തിരിഞ്ഞ് കറങ്ങി നമ്മളെ തകർത്ത് കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ പദ്ധതിയിടുന്ന പിശാച് നിന്നെ വിട്ട് ഓടിപ്പോകുവാനിടയായിത്തീരും. ഇന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തുകൊള്ളുക. ദൈവസന്നിധിയിലേക്ക് ഞാൻ അടുക്കുവാനിടയായിത്തീരും. ദൈവത്തിന് ഞാൻ കീഴടങ്ങുവാനിടയായിത്തീരും. ദൈവസന്നിധിയിൽ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുവാനിടയായിത്തീരും. ആ തീരുമാനത്തിലേക്ക് കടന്നു വരുന്ന ദൈവം ഇതിലേ തീർച്ചയായും നിന്നെ വിട്ട് ശത്രു ഓടിപ്പോകുവാനിടയായിത്തീരും. ഒന്നും കൂടെ ഓർത്തുകൊള്ളുക, പിശാച് അവൻ അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. പിശാച് ചുറ്റി നടക്കുക. ഇയ്യോബിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇയ്യോബിനോട് പിശാചിനോട് യഹോവ ചോദിക്കും പറയുന്നൊരു കാര്യം, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. ഊടാടി സഞ്ചരിക്കുന്ന, ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന പിശാചിനോട് എതിർക്കുവാൻ സർവായുധ വർഗം ഈ ദിവസങ്ങൾ ധരിക്കുക, അതിനായി കാത്തിരിക്കുക, അതിനുവേണ്ടി ഒരുക്കപ്പെടുക. അത് ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ദൈവത്തിൽ ജാഗരിക്കുക.
ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല വചനത്തിനായ സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമേ. കർത്താവെ, പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, സർവായുധ വർഗം ധരിപ്പാൻ സ്വർഗം ഇടവരുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ, കർത്താവ് പലവിധ മേഖലകളിൽ, പല അവസ്ഥകളിൽ ആയിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ വിടുവിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലയക്കണം. പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. ആമേൻ.